വർഷം 850. എറിൻ തന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ടൈറ്റനായി ട്രാൻസ്ഫോം ആയി. അതുകണ്ട് പേടിയോടെ നോക്കി നിൽക്കാൻ മാത്രമേ ബാക്കി സൈനികർക്ക് പറ്റിയുള്ളൂ. അവൻ മനുഷ്യരാശിയുടെ ശത്രുവല്ല. മനുഷ്യരാശിയെ വിജയിപ്പിക്കാൻ അവനെ കൊണ്ട് സാധിക്കും. ഇതൊന്നും കേൾക്കാതെ ചീഫ് അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേ സമയമാണ് തെക്ക് ഭാഗത്തെ മുഴുവൻ കൺട്രോളും ഏറ്റെടുത്ത ചീഫ് പിക്സസ് അങ്ങോട്ട് വരുന്നത്. മരണത്തിൽ നിന്നും അവരെ രക്ഷിക്കുന്നു. ഞാൻ ചെയ്യാം, എനിക്ക് പറ്റുമോന്ന് അറിയില്ല, പക്ഷെ ഞാൻ ചെയ്തിരിക്കും. വെൽഡൻ മൈ ബോയ്, വെൽഡൻ. നീ ഒരു ആൺകുട്ടി തന്നെ. നിന്റെ മറുപടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പിക്സസ് അവനോട് പറയുന്നു. ഓഫീസേഴ്സ്, എല്ലാവരും തയ്യാറാവൂ, പ്ലാൻ തയ്യാറാക്കാനുണ്ട് എന്ന് പിക്സസ് അവിടെ നിന്നും വിളിച്ചു പറയുന്നു. ഇത് കേട്ട് ആർമിൻ ഞെട്ടുന്നു. ഒരു പ്ലാനിന്റെ വിജയ സാധ്യത എത്രയാണെന്ന് പോലും അറിയാതെ വെറുതെ അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റുമോ? എന്റെ അഭിപ്രായവും അത് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനം ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമുക്ക് കാണാൻ പറ്റാത്ത എന്തോ ഒന്ന് കമാൻഡർ പിക്സസ് കണ്ടിട്ടുണ്ട്. അതിനെല്ലാം മുമ്പ് നമ്മൾ നേരിടേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ കമാൻഡർക്കും അത് മനസ്സിലായിട്ടുണ്ടാകണം. എന്നുവെച്ചാ നീ എന്തൊക്കെയാ പറയുന്നേ? ടൈറ്റനുകൾ മാത്രമല്ല നമ്മുടെ ശത്രുക്കൾ. ഇതേ സമയമാണ് നമുക്ക് തീരെ സമയം കളയാനില്ല എന്ന് പറഞ്ഞ് പിക്സസ് അങ്ങോട്ട് വരുന്നത്. നിങ്ങളുടെ കടമ നിറവേറ്റാനുള്ള സമയമായിരിക്കുന്നു. ട്രസ്റ്റ് തിരിച്ചു പിടിക്കാനുള്ള പ്ലാനോ? അവരെന്താ കളിക്കുവാണോ? ഗേറ്റിലെ ദ്വാരം അടക്കാനുള്ള ഉപകരണങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ മുകളിലുള്ളവർ ഇത് എന്ത് ഉദ്ദേശത്തിലാണ്? ട്രസ്റ്റിനകത്ത് കാല് കുത്തിയാൽ തന്നെ മരണം ഉറപ്പല്ലേ? ഗേറ്റിന്റെ ദ്വാരം അടക്കാത്തത് കൊണ്ട് വാൾറോസിന്റെ പ്രതിരോധനം ശക്തിപ്പെടുത്തല്ലേ വേണ്ടത്? ഇവര് വലിയൊരു ദൗത്യത്തിന് വേണ്ടി മുട്ടി നിൽക്കുവാണോ? വീണ്ടും ആ നരകത്തിലേക്ക് പോവേണ്ടി വന്ന? വേണ്ട, എനിക്ക് മരിക്കണ്ട എന്നൊരു ഓഫീസർ വിളിച്ചു പറയുന്നു. നീ പറയുന്നത് ഞാൻ കേട്ടു. ഒരു സൈനികന്റെ കടമയിൽ നിന്നും നീ പിന്മാറുകയാണോ? അതെ, ഇതുപോലൊരു ആക്രമണത്തിൽ നിന്നും എനിക്കൊന്നും നേടാനില്ല. മനുഷ്യവംശത്തെയും അവരുടെ തീരുമാനങ്ങളെയും കളിയാക്കുന്നോ? നിന്നെ ഇവിടെ വെച്ച് എന്നെ കൊല്ലാൻ എനിക്ക് സാധിക്കും എന്നൊരു ഓഫീസർ പറയുന്നു. ഇത് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഓഫീസർ പറയുവാണ്, അത് കുഴപ്പമില്ല, ടൈറ്റനുകളുടെ വായൽപ്പെട്ട് ചാവുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ്. അവിടെ നിൽക്കുന്ന ഭൂരിഭാഗം സൈനികർക്കും ആവശ്യമില്ലാതെ യുദ്ധം ചെയ്യുന്നതിൽ വലിയ താല്പര്യമില്ല. ഇതേ കാര്യം തന്നെയാണ് ജിൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എങ്ങോട്ട് പോകും എന്നവൻ ചിന്തിക്കുന്നത്. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഈ മതിലിന് ഇനി അധിക കാലം ആയുസില്ലെന്ന്. ടൈറ്റൻസ് ഈ ഭൂമിയെ കീഴടക്കുന്നതിന് മുൻപ് മനുഷ്യർ തങ്ങളുടെ വംശങ്ങളുടെ പേരിലും ആശയങ്ങളുടെ പേരിലും ഒരുപാട് യുദ്ധം നടത്തിയിട്ടുണ്ട്. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർക്കെതിരെ മനുഷ്യരെക്കാൾ ശക്തിയുള്ള ഒരു ശത്രു വന്നു കഴിഞ്ഞാൽ എല്ലാം മറന്ന് മനുഷ്യർ കൈകോർക്കുമെന്ന്. സോ മനുഷ്യർക്കൊരു പ്രശ്നം വന്നാൽ മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. അതിനെപ്പറ്റി എന്താ നിന്റെ അഭിപ്രായം? കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. നീയും എന്നെ പോലെ തന്നെയാണ്. ഒന്നിലും നല്ലത് കാണാൻ ശ്രമിക്കില്ല. കാരണം ഇത്രയും വലിയൊരു ശത്രു ഉണ്ടായിട്ടും മനുഷ്യരെല്ലാം വംശനാശത്തിന്റെ വക്കിലെത്തിയിട്ടും പണ്ട് മനുഷ്യരെല്ലാം ഒന്നിച്ചു എന്ന് എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റില്ല. അങ്ങനെ കമാൻഡർ അവനെ കുടിക്കാൻ വേണ്ടി ഒരു സാധനം കൊടുക്കുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ അത് മേടിച്ച് കുടിക്കുവാണ്. അവനക്കത് ഇഷ്ടപ്പെടുന്നില്ല. അവൻ അത് തുപ്പുന്നു. ഹേയ്, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ട്രസ്റ്റ് നഗരം തിരിച്ചു പിടിക്കാനുള്ള പ്ലാൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നഗര കവാടം അടയ്ക്കുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇതാണ് ട്രെയിനിങ് കോപ്സിലെ അംഗമായിട്ടുള്ള എറിൻ യേഗർ. അതീവ രഹസ്യമായ ഒരു ടൈറ്റന്റെ റിസർച്ചിന്റെ ഭാഗമാണ് ഇദ്ദേഹം. തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ടൈറ്റനായി മാറാനും ആ ടൈറ്റനെ കൺട്രോൾ ചെയ്യാനും ഇദ്ദേഹത്തിന് സാധിക്കും. ഇത് കേട്ട് അവിടെ നിൽക്കുന്ന ആളുകൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അതെ, ഈ കമാൻഡർ പറയുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ ശരിക്കും മണ്ടനായോ എന്ന് ചോദിക്കുവാണ് കോണി. നിങ്ങളുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതിലിന്റെ ദ്വാരം അടയ്ക്കുന്നത് വരെ ഇവനെ മറ്റു ടൈറ്റനുകളിൽ നിന്നും സംരക്ഷിക്കുക. അപ്പോഴാണ് അവരുടെ പ്ലാൻ എന്താണെന്ന് കൃത്യമായിട്ട് ആർമിൻ വിശദീകരിക്കുന്നത്. സാധാരണ ആളുകൾ കൂട്ടത്തോടെ നിൽക്കുന്ന സ്ഥലത്താണ് ടൈറ്റനുകൾ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂട്ടത്തോടെ നിന്ന് മതിലിന്റെ ഒരു സൈഡിലോട്ട് അവരെ എല്ലാവരെയും കൊണ്ടുവരണം. അങ്ങനെ ടൈറ്റൻസ് എല്ലാം തന്നെ നമ്മളുടെ അടുത്തോട്ട് വന്നതിന് ശേഷം അവിടെ കിടക്കുന്ന ആ കല്ല് ആ ദ്വാരത്തിന്റെ അവിടെ വെക്കും. അങ്ങനെ ഇതിനകത്ത് വരുന്ന ബാക്കിയുള്ള എല്ലാ ടൈറ്റൻസിനെയും ബീരങ്കികൾ ഉപയോഗിച്ച് കൊന്നുകളയാനും സാധിക്കും. എന്നാൽ ഇതേ സമയവും എറിന് നമുക്ക് സംരക്ഷണം കൊടുക്കേണ്ടി വരും. ചെയ്യുന്ന ദൗത്യത്തിന് തടസ്സമായിട്ട് ഏതെങ്കിലും ടൈറ്റൻസ് വരുവാണെങ്കിൽ അവരെ കൊല്ലാൻ കുറച്ച് എലൈറ്റ് സൈനികരെ ഉപയോഗിക്കേണ്ടി വരും. മാത്രമല്ല ആ ദ്വാരത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ടൈറ്റൻസിന്റെ കാര്യം എലൈറ്റ് സൈനികരുടെ കഴിവ് പോലെ ഇരിക്കും. മനസ്സിലായി. അല്ലെങ്കിൽ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഈ പ്ലാനിൽ ചേഞ്ചുകൾ വരുത്തേണ്ടി വരുമല്ലേ? പക്ഷേ ഈ പ്ലാൻ എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് എറിന ആ പാറ ചുമന്നുകൊണ്ട് ആ ഗേറ്റിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ്. ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കാര്യം നിലനിൽക്കുമ്പോൾ ഈ പ്ലാനുമായിട്ട് മുന്നോട്ട് പോവാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുവാണ് ആ ഓഫീസർ. സൈനികരുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പദ്ധതിയുടെ അടിത്തറ തന്നെ വെറും നിഗമനങ്ങൾ മാത്രമാകുമ്പോൾ. പക്ഷേ കമാൻഡർ പിക്സസ് പറഞ്ഞതും ശരിയാണ്. ഇവിടെ ഇങ്ങനെ മറ്റു വഴികളെ പറ്റി ചിന്തിച്ചു നിൽക്കാൻ നമുക്ക് സമയമില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തും ആ ദ്വാരം വഴി ഒരുപാട് ടൈറ്റൻസ് ഉള്ളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എണ്ണം കൂടുന്തോറും ഈ നഗരം തിരിച്ചു പിടിക്കാനുള്ള സാധ്യത കുറയും. എന്തൊക്കെ പറഞ്ഞാലും സൈനികർക്ക് പേടിക്കാതെ പിടിച്ചു നിൽക്കാൻ ഒരു പരിധിയൊക്കെ ഉണ്ട് എന്നൊരു ലേഡി പറയുന്നു. ഇത് കേട്ട് പേടിച്ച് വിറച്ചുപോയ ഒരുപാട് സൈനികർ പിന്മാറാൻ ശ്രമിക്കുന്നു. എന്നാൽ അവരെ തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ് ട്രെയിനിങ് ഓഫീസർ. എന്നാൽ പിക്സസ് അവരോട് വിളിച്ചു പറയുവാണ്,
ടൈറ്റൻസ് നിങ്ങളെയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയോ ആക്രമിക്കുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും പിന്മാറാം. ഒരിക്കലും അതിന്റെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ നിന്നും പോയാൽ നിങ്ങൾ അനുഭവിച്ച അതേ വേദന നിങ്ങളുടെ മക്കളോ മാതാപിതാക്കളോ അനുഭവിക്കേണ്ടി വരും. സോ ടൈറ്റൻസിനെ നേരിടാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അവരെല്ലാം നിങ്ങളുടെ ഫാമിലിയെ തന്നെ ഇല്ലാതാക്കും. ഇത് കേട്ട് പോവാൻ ശ്രമിക്കുന്ന സൈനികരെല്ലാവരും ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു 4 വർഷം പുറകിലോട്ട് പോവാം. വാൾമറിയ തിരിച്ചു പിടിക്കാനുള്ള നമ്മുടെ ശ്രമം. ഞാനീ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ പദ്ധതി കേൾക്കാൻ വളരെ രസമുണ്ടായിരുന്നു. എന്നാൽ ആവശ്യത്തിലധികം ആളുകളെ തീറ്റിപ്പോറ്റാൻ പറ്റാത്തതുകൊണ്ട് അവരെ ഒഴിവാക്കാനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു അത്. ഇതൊക്കെ അറിഞ്ഞിട്ടും ആളുകൾ മിണ്ടാണ്ടിരിക്കുന്നത്, ഇപ്പോഴും മതിലുകൾക്കുള്ളിൽ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നത് അന്ന് ഒരുപാട് പേരെ കുരുതി കൊടുത്തത് കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ്. ഞാനടക്കം ജീവനോടുള്ള എല്ലാവർക്കും ആ പാപത്തിൽ പങ്കുണ്ട്. വാൾമറിയയുടെ ജനസംഖ്യ കുറവായതുകൊണ്ട് മാത്രമാണ് അന്നത്തെ സ്ഥിതി അത്രയധികം മോശമാവാണ്ടിരുന്നത്. പക്ഷേ അതാണോ ഇപ്പോഴത്തെ അവസ്ഥ? വാൾറോസ് തകർന്നാൽ മനുഷ്യരുടെ എണ്ണം 5-1 കുറച്ചാൽ പോലും ഭക്ഷ്യക്ഷാമം നേരിടാൻ സാധിക്കില്ല. ബാക്കി വരുന്ന പകുതി പേർക്ക് പോലും വാൾസീനയ്ക്കുള്ളിൽ ജീവിക്കാൻ സാധിക്കില്ല. മനുഷ്യവർഗം ഇല്ലാതാവുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ടൈറ്റൻ തിന്നതുകൊണ്ടാവില്ല. അതിന് കാരണം നമ്മൾ തന്നെയായിരിക്കും. ഈ ഇടുങ്ങിയ മതിലുകൾക്കുള്ളിൽ കടന്ന് നമ്മൾ മരിക്കാൻ പാടില്ല. ഇതൊരു അഭ്യർത്ഥനയാണ്. മരിക്കുന്നെങ്കിൽ അന്തസ്സായിട്ട് മരിക്കുക. ഇതൊക്കെ കേട്ട് സൈനികർ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നു. എന്റെ ടൈറ്റൻ ശക്തി ഉപയോഗിച്ച് ആ പാറ നീക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ദൗത്യം എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എനിക്ക് ഉറപ്പില്ലായിരിക്കാം, പക്ഷെ എനിക്ക് വിജയിച്ചേ പറ്റൂ. ഇവരുടെ എല്ലാം പ്രതീക്ഷ എന്റെ മുകളിലാണ് എന്ന് ചിന്തിക്കുകയാണ് എറിൻ. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. 3D മാനുവർ ഗിയർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് തന്റെ ശരീരഭാരം കൃത്യമായി കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതിനായി ശരീരം മുഴുവനായി ചുറ്റുവലിഞ്ഞിരിക്കുന്ന ബെൽറ്റുകൾ സഹായിക്കും. 3D ഗിയർ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ വേഗത കുറക്കാതിരിക്കാൻ വേണ്ടി ഭാരം കുറഞ്ഞ ഉപകരണങ്ങളാണ് അതിനോടൊപ്പം ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ ദൗത്യത്തിന് വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കുവാണ്. എറിനെ സംരക്ഷിക്കാൻ വേണ്ടി 3 പേരെ നിയമിച്ചിട്ടുണ്ട്. എറിന് തടസ്സമായി വരുന്ന എന്തിനേയും നിങ്ങൾക്കില്ലാതാക്കാം എന്ന് കമാൻഡർ അവരോട് പറയുന്നു. കമാൻഡർ, ഈ പ്ലാൻ മുഴുവൻ എറിൻ യഗർ എന്ന ആ വ്യക്തിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അവൻക്ക് അതിന് സാധിക്കാതെ വന്നാൽ ഒരുപാട് സൈനികർ ഒരർത്ഥമില്ലാതെ ഇവിടെ മരിച്ചു വീഴും. ഓ, ടൈറ്റനുകളോട് തോൽക്കാൻ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ് കമാൻഡർ. എനിക്കിഷ്ടമല്ല. തോൽക്കുന്നതിനേക്കാൾ വെറുപ്പുളവാക്കുന്ന മറ്റൊരു കാര്യം വേറെയില്ല. പക്ഷെ എന്ത് ചെയ്യാനാ? ജീവിതത്തിൽ മുഴുവൻ ഞാൻ തോറ്റിട്ടേ ഉള്ളൂ. എനിക്ക് ടൈറ്റനുകളെ തോൽപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് ചീഫ് അവരോട് പറയുന്നു. ഞങ്ങൾക്കും അത് തന്നെയാണ് വേണ്ടത് എന്ന് അവർ തിരിച്ചു പറയുവാണ്. എങ്കിൽ അവനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ വിശ്വസിക്കാൻ പറ്റാത്തവനാണ് ടൈറ്റനുകളെ തോൽപ്പിക്കാൻ നമുക്കുള്ള ഒരേ ഒരു മാർഗം. അങ്ങനെ ടൈറ്റനുകളെല്ലാം ആകർഷിക്കാനുള്ള സംഭവം തയ്യാറായിരിക്കുവാണ്. റീക്കോ, ജാർനക്, നിങ്ങളെല്ലാം ഗരിസണിലെ എലൈറ്റ് സൈനികരാണ്. മനുഷ്യരാശിയുടെ ഭാവി ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ജൻ, നീ ഈ സ്ക്വാഡിന്റെ ഇൻചാർജ് ഏറ്റെടുക്കണം. യുദ്ധം ചെയ്യുന്നതിന്റെ തീരുമാനങ്ങളെല്ലാം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ഞാനോ? എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് ജാൻ ചോദിക്കുന്നു. വില കുറഞ്ഞ സാധനത്തിൽ നിന്നും നല്ലത് നോക്കിയെടുക്കാൻ നിനക്കറിയാം. അതുകൊണ്ടാണ് നിന്നെ ഇൻചാർജ് ആക്കിയേ എന്ന് കമാൻഡർ പറയുന്നു. എറിൻ, നീ എന്നോട് ക്ഷമിക്കണം. അവസാനമായപ്പോ എല്ലാ ചുമതലയും എന്റെ തലയിലായി എന്ന് ആർദിൻ പറയുന്നു. ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ശരിയായ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് നിനക്കുണ്ട്. ആ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇതേ സമയം മിക്കാസ് എറിനെ വിളിക്കുന്നു. നീ കൂടെ വരണമെന്ന് മാത്രം പറയരുത് എന്ന് എറിൻ അവളോട് പറയുന്നു. ടൈറ്റനെ ആകർഷിക്കാനല്ലേ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ, അത് നീ ചെയ്. പക്ഷേ നിന്നെ ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ വിടും? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ മകനോ അനിയനോ ഒന്നും അല്ലെന്ന്. ഇത് കേട്ട് വിഷമിച്ചു നിൽക്കുന്ന മിക്കാസയോട് ഒരു ഓഫീസർ വന്ന് പറയുന്നു. ഇപ്പോൾ എറിനെ സംരക്ഷിക്കുന്ന സ്ക്വാഡിലാണ് നിങ്ങളെ നിയമിച്ചിട്ടുള്ളത്. കഴിവുള്ളവരെ അതിനാവശ്യമാണ്. സോ സമയമായി, നമുക്ക് പോവാം എന്ന് അയാൾ പറയുന്നു. പിന്നെ കാണാം ആർവിൻ എന്ന് പറഞ്ഞ് എറിനെ മിക്കാസി അവിടെ നിന്നും പോകുന്നു. മരിക്കരുത് എന്ന് തിരിച്ചു പറയുവാണ് ആർവിൻ. നിന്നെ ഒരു മനുഷ്യായുധം എന്നല്ല അദ്ദേഹം വിളിക്കുന്നേ. എനിക്ക് ആ മതിലിന്റെ ദ്വാരം അടഞ്ഞു കിട്ടിയ മാത്രം മതി. അതിന് ജീവൻ കൊടുത്തും ഞാൻ നിന്നെ സംരക്ഷിക്കും എന്നൊരു ഓഫീസർ പറയുന്നു. എന്നാൽ മറ്റൊരു ഓഫീസർ മനുഷ്യരാശിയുടെ മുഴുവൻ പ്രതീക്ഷയും ഇവനെപ്പോലെ ഒരു പീറ ചെറുക്കന്റെ കയ്യിലാണെന്ന് ആലോചിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞ് അവനെ തളർത്തുന്നു. മതി നിർത്ത്, നമ്മൾ ആ പാറയുടെ അടുത്ത് എത്താറായി എന്നൊരു ഓഫീസർ പറയുന്നു. അവിടെയൊന്നും ഒരു ടൈറ്റനെ പോലും കാണാനില്ല. നോക്കുന്ന സമയത്ത് ഒട്ടുമിക്ക എല്ലാ ടൈറ്റൻസും ഇപ്പോ ആ നഗരത്തിന്റെ ഒരു മൂലയ്ക്ക് നിൽക്കുവാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം യഗർ. എങ്ങനെ നോക്കിയാലും ഒരുപാട് സൈനികർക്ക് അവരുടെ ജീവൻ ഇന്നിവിടെ നഷ്ടമാകും. എല്ലാം നിനക്ക് വേണ്ടിയാണ്. സൈനികരെന്ന നിലയിൽ ഏത് നിമിഷവും മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇവരെയെല്ലാം ഒരു ബലിയാടുകളായി കാണരുത്. അവർക്കെല്ലാം കുടുംബങ്ങളും കുട്ടികളും അവരെ സ്നേഹിക്കുന്നവരൊക്കെയുണ്ട്. അലേഷ്യ, ഡൊമിനിക്, ഫൈൻ, ഇസബൽ, ലെഡ്വിങ്, മാർട്ടിന, ഹൈഡ, ഹാൻസ്, ഇതിൽ പലരും ട്രെയിനിങ് മുതൽക്കേ എന്റെ കൂടെയുണ്ട്. അതിൽ പലരും ഇന്ന് നിനക്ക് വേണ്ടി മരിക്കും. അവരുടെ മരണത്തിന് ഒരർത്ഥം നൽകേണ്ടത് നിന്റെ കടമയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ പറഞ്ഞത് നിന്റെ മനസ്സിൽ തന്നെ വെക്കണം. ജീവൻ കൊടുത്തും നിന്റെ കടമ നീ നിറവേറ്റണം. ഇത് കേട്ട് എറിൻ ഞാൻ വിജയിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു. ടൈറ്റനുകൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് വരെ ടൈറ്റനുകൾക്കെതിരെ മനുഷ്യർ വിജയിച്ചിട്ടില്ല.
അവർ ഒരു ഇഞ്ച് മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ പേടിച്ച് പിന്മാറി. അങ്ങനെ നിരന്തരം നമ്മൾ പേടിച്ച് പിന്മാറിക്കൊണ്ടിരുന്നു. എന്നാ ഈ ദൗത്യത്തിൽ നമ്മൾ വിജയിക്കുമ്പോൾ ടൈറ്റനുകളിൽ നിന്നും മനുഷ്യർ അവരുടെ കണ്ണ് തിരിച്ചു പിടിക്കും. അതും ചരിത്രത്തിൽ ആദ്യമായി. ആ നിമിഷമായിരിക്കും ടൈറ്റനുകൾക്കെതിരെ നമ്മുടെ ആദ്യത്തെ വിജയം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ എറിനും കൂട്ടരും അവരുടെ മിഷൻ ആരംഭിച്ചതായിട്ടുള്ള പച്ച സിഗ്നൽ എല്ലാവർക്കും കൊടുക്കുന്നു. ഇത്രയും കാലം നമുക്കുണ്ടായ നഷ്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം വളരെ ചെറുതാണ് എന്ന് വിചാരിക്കുവാണ് കമാൻഡർ. സോ എറിൻ ആ പാറയുടെ അടുത്ത് എത്തിയതും എറിൻ ഒരു ടൈറ്റനായിട്ട് അങ്ങ് മാറുന്നു. ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ആ വലിയ പാറ അവിടുന്ന് നീക്കാൻ പറ്റുമെന്നുള്ള കാര്യം ചിന്തിക്കേ വേണ്ട. പക്ഷേ ഞങ്ങളെ നയിക്കാനുള്ള ഒരു ശക്തി എറിനുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്ന് എറിന്റെ പുറകിൽ നിൽക്കുന്ന മിക്കാസ ചിന്തിക്കുന്നു. പെട്ടെന്നാണ് അലറിക്കൊണ്ടിരിക്കുന്ന എറിൻ നിശബ്ദനാവുന്നത്. എന്താണെന്ന് പറഞ്ഞ് മിക്കാസ അവനെ തന്നെ നോക്കുവാണ്. എറിൻ ഒരു നിമിഷം മിക്കാസയെ തന്നെ തുറച്ചു നോക്കുന്നു.